ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കേരളത്തിലെ ഒരു IAS ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യർ, അവര് ഒരു ഡോക്ടറും എഴുത്തുകാരിയും എഡിറ്ററുമാണ്. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിസിനിൽ ബിരുദം നേടിയ ഇവർ മുൻ കോൺഗ്രസ് MLA KS ശബരിനാഥന്റെ ഭാര്യയാണ്. ഇവർ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയുടെ പേര് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ചത് എലിയമ്മച്ചിയുടെ ആദ്യത്തെ ക്രിസ്മസ് എന്നായിരുന്നു. ഗൂഗിളിനോട് ഞാൻ ചോദിച്ചു, എലിയമ്മച്ചിയാണോ ഏലിയമ്മച്ചിയാണോ എന്ന് ചോദിച്ചു. കാരണം ഒരു കാര്യം പറയുമ്പോൾ അത് കൃത്യതയോടുകൂടി പറയണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഗൂഗിൾ പറഞ്ഞു, എലിയമ്മച്ചി എന്നുള്ളത് സാധാരണ ഒരു ശൈലിയാണ്. ഏലിയമ്മച്ചിയുടെ ആദ്യത്തെ ക്രിസ്മസ് എന്നാണ് അവര് അഭിനയിച്ച സിനിമയുടെ പേര്. സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനേതായാലും സിനിമ കണ്ടിട്ടില്ല. അതിനകത്ത് ഒരു കന്യാസ്ത്രീയുടെ വേഷവും മറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അവർ കാണിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തികച്ചും ഒരു ചട്ടലംഘനമായ കാര്യമാണ്. വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിർവചിക്കുന്നില്ല. വിദ്യാഭ്യാസം എന്നത് അറിവും കഴിവുകളും നേടാനുള്ള ഒരു മാർഗം മാത്രമാണ്. അതിനെ വ്യക്തിയുടെ സ്വഭാവമായി കൂട്ടിക്കുഴയ്ക്കുന്നത് ഒരിക്കലും ശരിയല്ല. ചില വ്യക്തികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായ തലക്കനം കൂടും. അവർ അഹങ്കാരികളും പരിഹാസികളുമായിട്ട് മാറും. തങ്ങളാണ് മറ്റുള്ളവരെക്കാൾ മികച്ചവരെന്നും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് തങ്ങളൊരു വിലയും കൽപ്പിക്കാതിരിക്കാൻ അവർ ശ്രമിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളതൊക്കെ അവർ മറന്നു കളയും. വിശേഷിച്ച് സമൂഹത്തിൽ ഒത്തിരി ഏറെ പേരെ സ്വാധീനിച്ച, ആയിരക്കണക്കിന് ആളുകളെ രക്ഷിച്ച, ചരിത്രത്തിൽ പോലും സത്യമായിരിക്കുന്ന, ചരിത്രത്തെ AD എന്നും BC എന്നും തിരിച്ച് ജനഹൃദയങ്ങളിൽ സമാധാനവും സന്തോഷവും നൽകിയ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ സർവശക്തനായ യേശുക്രിസ്തുവിനെ അവർ ഒരു കവിതയിലൂടെ അപമാനിക്കുന്നത് ഇന്ന് നാം കാണുകയുണ്ടായി. അക്കാദമിക് രംഗത്ത് വലിയ അറിവ് ഉള്ള ഒരു വ്യക്തിയാണ് ശ്രീമതി ദിവ്യ എസ് അയ്യർ. സമൂഹത്തോട് എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരുടെ വികാരങ്ങളെ എങ്ങനെ മുറിപ്പെടുത്താതിരിക്കാം, എന്ത് സന്ദേശമാണ് ഞാൻ ഈ കവിതയിലൂടെ സമൂഹത്തോട് കൊടുക്കുന്നത് എന്നൊന്നും ചിന്തിക്കാതെ അവർ ഇപ്പോൾ ഭയങ്കരമായ ഒരു അഹങ്കാരിയുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ചിലപ്പോൾ വ്യക്തിപരമായ മാനസികാരോഗ്യ പ്രശ്നങ്ങളോ ആഴത്തിലുള്ള അരിഷ്ടതാവസ്ഥയോ ആകാം ഇങ്ങനെ മോശമായ ഒരു പെരുമാറ്റത്തിന് മുൻപിൽ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് ചട്ടങ്ങൾക്ക് എതിരാണ്. ഒരു IAS ഓഫീസർ ആയിരിക്കുന്ന ഇവർ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു ചട്ടലംഘനമാണ്. ആരെങ്കിലുമൊക്കെ വരുന്ന ആളുകളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം നൽകുമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദൈവവചനം ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു വാക്യം ഇങ്ങനെയാണ്. സദൃശവാക്യങ്ങൾ 9-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കുക. നിനക്ക് വിവരമുണ്ടെങ്കിൽ ആ വിവരം നിനക്കിരിക്കട്ടെ. പക്ഷെ പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരും. ചിലർ വളരെ ജ്ഞാനമുള്ളവരായതുകൊണ്ട് അവർ പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ കയറിയിരിക്കും. ആരെയാണ് പരിഹസിക്കുന്നത്, എന്തിനെയാണ് പരിഹസിക്കുന്നത് എന്നൊന്നും ഒരു തിരിച്ചറിവില്ലാത്ത രീതിയിൽ അവരുടെ ബുദ്ധിമണ്ഡലം വളരെ മോശമായ നിലയിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനെ തിരുവെഴുത്ത് പറയുന്നത്, റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവം, ക്ഷയമില്ലാത്ത ദൈവം,
ഈ സൂര്യ ചന്ദ്ര കോടാനുകോടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിച്ചിറങ്ങി വന്നു. അതാണ് കർത്താവായ യേശുക്രിസ്തു. ഈ ലോകത്തുള്ള സകല മഹാന്മാരും മരിച്ചെങ്കിലും, സകല ദേവന്മാരെന്ന് പറയുന്നവരും ദൈവങ്ങളെന്ന് പറയുന്നവരും മരിച്ചെങ്കിലും, യേശുക്രിസ്തു മാത്രം മരിച്ചവരിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നു. ചരിത്രത്തെ BC എന്നും AD എന്നും യേശുക്രിസ്തു മുഖാന്തരം തിരിച്ചിരിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും അവർ കാണിച്ച ഒരു പരിഹാസം എത്രയോ ദയനീയമായി പോയി. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമത്രേ, അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു. ഞാൻ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആളാണ്, എനിക്ക് ഭയങ്കര ഡോക്ടറേറ്റ് ഉണ്ട്, ഞാൻ IAS-കാരിയാണ്. ഇത് തലക്കനമായിട്ട് വരുമ്പോൾ ദൈവം എന്ത് ചെയ്യും? അവരുടെ കൗശലത്തിൽ അവരെ പിടിക്കും. പിശാചിന് സംഭവിച്ച ഇത് തന്നെയാണ്. ദൈവം ആരാധനയ്ക്കായിട്ട് നിയോഗിച്ച ദൂതന്മാരുടെ പ്രധാന ദൂതനായിരുന്ന ലൂസിഫർ, അവൻ ഇങ്ങനെ ഹൃദയത്തിൽ ചിന്തിച്ചു, ഞാൻ അത്യുന്നതനോട് സമനാകും, ഞാൻ ഉന്നതങ്ങളിൽ കയറും, എൻ്റെ സിംഹാസനം ഞാൻ അവിടെ വെക്കും, ഉത്തരദിക്കിൽ ഇരുന്ന് ഞാൻ വാണരുളുമെന്ന് അവൻ ഹൃദയത്തിൽ നിരൂപിച്ചപ്പോൾ ദൈവം അവനെ വെട്ടി താഴേക്കിട്ടു. ഒരു വ്യക്തിയുടെ അധപ്പതനം ആരംഭിക്കുന്നത് അവന്റെ നിഗളത്തിൽ നിന്നാണ്, അഹങ്കാരത്തിൽ നിന്നാണ്. ഒരു മനോഹര രൂപം ഉണ്ടായിരുന്ന ഒരു മാലാഖ ഒരു നിമിഷം കൊണ്ട് പിശാചായിട്ട് മാറി. ഇപ്പോൾ ഒരു പരിഹാസ വിഷയമായി തീർന്നിരിക്കുകയാണ് സമൂഹത്തിന്റെ മുമ്പിൽ. ചട്ടലംഘനം നടത്തിയിരിക്കുകയാണ്. എത്രയോ പരിതാപകരമായ ഒരവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുകയാണ്, നീ ജ്ഞാനിയാണെങ്കിൽ അത് നിനക്ക് തന്നെ ജ്ഞാനിയായിരിക്കുക. നീ മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ അത് നീ തന്നെ സഹിക്കേണ്ടതായിട്ട് വരും. അവർ ഏറ്റെടുക്കാൻ പോകുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഈ ലോകത്തുള്ള അനേക ജനങ്ങൾക്ക് സമാധാനം കൊടുത്ത, അനേകർക്ക് പാപത്തിൽ നിന്ന് വിടുതൽ കൊടുത്ത, അനേകരെ സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകാൻ തക്കവണ്ണം രക്ഷാകരമായ പദ്ധതി ഒരുക്കിയ അരിമനാഥനായ യേശുക്രിസ്തുവിനെ അധിക്ഷേപിക്കുന്നതിൽ അവർക്ക് ഒരു ലജ്ജയും തോന്നിയില്ല, ഒരു കഷ്ടവും അവർക്ക്, ഒരു ബുദ്ധിമുട്ടും അവർക്ക് തോന്നിയില്ല. അവർ കാണിച്ച ആ ഒരു പരിഹാസത്തിന് അവർ വില കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു, നിഗളികളോടോ അവൻ എതിർത്ത് നിൽക്കുന്നു. അതെ, നാം നിഗളികളായി തീർന്നു കഴിഞ്ഞാൽ ദൈവം നമുക്ക് എതിരായിട്ട് നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. എന്നീ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നാം ജ്ഞാനിയാണെങ്കിൽ നമുക്ക് തന്നെ ജ്ഞാനിയായിരിക്കുക, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതിരിക്കുവാൻ തക്കോണം നമ്മെ തന്നെ ദൈവഭയത്തോടെ കാത്തുകൊള്ളുക. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, അങ്ങ് മദ്യപന്മാരുടെ പാട്ടായിരിക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്നു. കർത്താവേ, അങ്ങയെ പരിഹസിക്കുന്നവരും നിന്ദിക്കുന്നവരും അവമാനിക്കുന്നവരും ഇന്നുണ്ടായതല്ല കർത്താവേ, അത് അങ്ങ് ഈ ഭൂമിയിൽ വന്ന സമയം മുതൽ അവർ അങ്ങനെ ചെയ്തു വരുന്നുണ്ട്. കർത്താവേ, മദ്യപന്മാരുടെ പാട്ടായിട്ട് പല കള്ള് ഷാപ്പുകളിലും തെരുവോരങ്ങളിലും അങ്ങേ ആളുകൾ ചിത്രീകരിക്കാറുണ്ട്. കർത്താവേ, അത് മദ്യപന്മാരാണ്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവരും അങ്ങയെ പരിഹസിച്ചിട്ടുണ്ട്. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢന്മാരായി പോയിരിക്കുന്ന ആളുകളുടെ തലമുറയിൽ കർത്താവെ, വലിയ ജ്ഞാനമൊന്നുമില്ലെങ്കിലും, വലിയ അറിവൊന്നുമില്ലെങ്കിലും, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും ഞങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്തതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു എന്ന് ഞങ്ങൾ വായിക്കുന്നു. കർത്താവ്, ഈ സമൂഹത്തിൽ ഒരു വിലയില്ലാത്തവരും ഈ ഭൂമിയിൽ വലിയ ജ്ഞാനമില്ലാത്തവരുമായിരുന്ന ഞങ്ങളെ കർത്താവിനോട് അടുപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. ഇന്ന് വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ. വിശിഷ്യ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്നെങ്കിൽ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്താണ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.